ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ 38 ചെസ്റ്റ് വണ്ണമുള്ള ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്യാൻ അളവുകൾ രേഖപ്പെടുത്താൻ നമ്മളിവിടെ ലൈനിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് 4ആയിട്ട് ഹോൾഡ് ചെയ്ത് വിരിച്ചിടാം. അതിന് ശേഷം നമുക്കിവിടെ ചുരിദാറിൻ്റെ അത് കറക്റ്റാക്കി ഇടുക കേട്ടോ. ലൈനിങ് കറക്റ്റാക്കി ഇട്ടതിന് ശേഷം നമുക്കിവിടെ ചുരിദാറിൻ്റെ ഇറക്കം വരുന്നത് 42 ആണ്. അപ്പം നമ്മുടെ ഈ ലൈനിങ് തുണി ആകെ ഇറക്കം 39 ഉള്ളൂ കേട്ടോ. അത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് 38 ചെസ്റ്റ് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുക. അത് ഷോൾഡർ അടയാളപ്പെടുത്തുക. അതിന് ശേഷം നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോളും നമ്മൾ 6.5 തന്നെയാണ് എടുക്കുക കേട്ടോ. ആ 6.5 അടയാളപ്പെടുത്തിയതിന് ശേഷം കറക്റ്റാണോ നോക്കിയതിന് ശേഷം അതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അത് വരച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ നേരെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ ചെസ്റ്റ് വണ്ണം ഇവിടെ 38 ആണ്. 38നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ആണ് കിട്ടുക കേട്ടോ. 9.5ലേക്ക് നമ്മൾ 1/2 ഇഞ്ചും കൂടി ബോഡി ലൂസ് കൊടുത്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം കേട്ടോ. അതുപോലെ നമ്മളുടെ ഷേപ്പ് വണ്ണം നമ്മൾ 15 ആണ് എടുക്കുന്നത്. അവിടെ നമുക്ക് വണ്ണം വരുന്നത് 34 ആണ്. 34 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 ആണ്. അതിലേക്കും അതേമാതിരി 1/2 ഇഞ്ച് ബോഡി ലോസ് കൊടുത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പം കൊടുക്കണം കേട്ടോ. ഹിപ്പ് വണ്ണം നമ്മൾ എടുക്കുന്നത് 21 ആണ്. അവിടെ ഇറക്കം കേട്ടോ. വണ്ണം നമ്മൾ എടുക്കുന്നത് 40 ആണ്. 40നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുക. 10ലേക്ക് 1/2 ഇഞ്ച് ബോഡി ലോസും കൊടുത്തതിന് ശേഷം 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിടുക കേട്ടോ. നമുക്ക് സ്ട്രെറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. താഴെ നമ്മളൊരു 13 ഇഞ്ചാണ് അടയാളപ്പെടുത്തണേ. അതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പിന് വേണ്ടി ഒരു 1.5 ഇഞ്ചാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ 6.5ൻ്റെ പകുതി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 6.5 ഷോൾഡർ എടുക്കുന്നില്ലേ, അതിൻ്റെ പകുതിയിൽ നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് നമ്മളൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തിയതെല്ലാം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് 2.5 ആണ്. ഇറക്കം നമ്മൾ 6 ആണ് കേട്ടോ എടുക്കുന്നത്. ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരുപോലെ തന്നെയാണ് കേട്ടോ എടുക്കണത്. അതിന് ശേഷം അതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് ചെരിച്ചിട്ടില്ലേ, അവിടെ അതൊന്ന് വരച്ചു കൊടുത്തതാണ്. അതിന് ശേഷം നമുക്ക് ആ കഴുത്തൊന്ന് കർവ് ചെയ്ത് റൗണ്ടാക്കി വരച്ചെടുക്കാം കേട്ടോ. വരച്ചതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു വലിയ തയ്യൽക്കാരിയൊന്നുമല്ല കേട്ടോ. ഞാൻ സ്വയം പഠിച്ച് എൻ്റേതായ രീതിയിലുള്ള അളവുകളും തെറ്റുകളും കുറ്റങ്ങളും കാണുമ്പോൾ അത് കുറവുകളൊക്കെ ഞാൻ ഈ യൂട്യൂബ് നോക്കിയിട്ടാണ് കറക്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മളൊരു
നമ്മൾ താഴെ ഒരു അര ഇഞ്ച് കയറ്റി വെട്ടണം കേട്ടോ. താഴെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഇപ്പം, അവിടെ ഒരു അര ഇഞ്ച് കയറ്റി വെട്ടണം സൈഡ് ഭാഗത്ത് കേട്ടോ. ഒരു തയ്യൽ ക്ലാസ്സിൽ പോയി പഠിക്കാത്തതിൻ്റെ കുറവുകൾ എൻ്റെ വീഡിയോയിൽ കാണാം. നമ്മൾ മുന്നിലെ കൈക്കുഴിയുടെ അവിടെ ഒരു 1/4 ഇഞ്ച് കയറ്റി നമ്മൾ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു 1/4 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യുന്നത് അവിടെ. അതിന് ശേഷം നമുക്ക് ഈ നമ്മളുടെ ആം ഹോളിൻ്റെ വണ്ണം ഒരു 9 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ 9 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ 9 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല തുണിയിലേക്ക് വെച്ചിട്ട്, നല്ല തുണിയുടെ മുകളിലേക്ക് ലൈനിങ് വെച്ചിട്ട് കറക്റ്റായി വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 42 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അതിലേക്കൊരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 44 ഇഞ്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ എടുത്ത അളവുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ നോക്കിയിട്ടാണെങ്കിലും എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ ഡൗട്ടുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക കേട്ടോ. അത് നമ്മൾ അടിഭാഗത്ത് നമ്മൾ അരയിഞ്ച് കയറ്റി അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഒരു പീസ് നമ്മൾ വെട്ടി, ഇനി ബാക്ക് പീസും കൂടി വെട്ടിയെടുക്കാം കേട്ടോ. ബാക്ക് പീസാണ് വെട്ടിയെടുത്തത്, ഇനി ഫ്രണ്ട് പീസാണ് വെട്ടാനുള്ളത് കേട്ടോ. ഫ്രണ്ട് പീസും കറക്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ വെട്ടിയെടുക്കണം.
ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം കേട്ടോ. സ്ലീവ് നമുക്കിവിടെ വേണ്ടത് 15 ആ 15 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തുന്ന ഒരു 3.5 ഇഞ്ചിലാണ് കേട്ടോ. എന്നിട്ട് താഴേക്ക് നമ്മൾ 9 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ റൗണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒരു 2.5 ഇഞ്ച് ഇതാക്കിയിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. ആം ഹോള് സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് 10 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 11 ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം നമുക്കതൊന്ന് നീട്ടി വരച്ച് വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കയ്യിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിൽ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഓക്കെ.